മൊത്തം അവാർഡുകൾ എടുത്തു നോക്കുമ്പോൾ ദേശസ്നേഹം വിളിച്ചോതുന്ന ചിത്രങ്ങൾ കൈ നിറയെ സമ്മാനം നേടിയിട്ടുണ്ട്. അമരൻ അടക്കം അത്തരം ചിത്രങ്ങൾ, ആർട്ടിക്കിൾ 370, ക്യാപ്റ്റൻ മില്ലർ, അങ്ങനെ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രങ്ങൾ നിറയെ പുരസ്കാരം നേടിയതാണ് കാണുന്നത്. ഇതിനിടെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മഞ്ഞുമ്മൽ ബോയ്സ് പരിഗണിക്കപ്പെടുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് എന്തായാലും പുരസ്കാരം നേടുമെന്നൊക്കെ ഏതാണ്ട് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ അവിടെ തിരിച്ചടിയായത് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട കേസാണെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരായ കേസ് കാരണമാണ് അവാർഡ് നിഷേധിക്കപ്പെട്ടത്. മികച്ച ചിത്രത്തിനുള്ള അവാർഡ് അടക്കം മഞ്ഞുമ്മൽ ബോയ്സ് പരിഗണിക്കപ്പെട്ടിരുന്നു. ബി ബാലുഗോപാൽ വിവരങ്ങളുമായി. ബാലു, ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിനിമയവുമായി ബന്ധപ്പെട്ട കേസുകൾ, അതൊക്കെ അവാർഡിന് പരിഗണിക്കണോ അല്ലെങ്കിൽ അവാർഡിന് പരിഗണിക്കുന്നതിന് തടസ്സമാവണോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നില്ലേ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, തീർച്ചയായും ശ്രീജ പറഞ്ഞതൊരു കാര്യമാണ്. കാരണം അതൊക്കെ പരിഗണിക്കപ്പെടണമോ എന്നുള്ള കാര്യം ഒരു ചർച്ചാ വിഷയമാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ സാമ്പത്തിക തട്ടിപ്പ്, അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളൊക്കെ ഈ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർക്കെതിരെ ഉണ്ടെങ്കിൽ അത്തരം കേസുകളിൽ, അതായത് ഈ ചിത്രത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള മേഖലകളെ സംബന്ധിച്ചുള്ള അതിൽ നേരിട്ട് ബന്ധമുണ്ടെങ്കിൽ അത്തരം ആൾക്കാരുടെ അല്ലെങ്കിൽ അത്തരം സിനിമകളും അത്തരം കേസുകൾ ഉള്ളവരെയും ഈ അവാർഡുകൾക്ക് പരിഗണിക്കില്ല എന്നതാണ് സാധാരണ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഈ ജൂറികളും ഈ പരമ്പരാഗതമായി തന്നെ ഈ പുലർത്തി വരുന്ന ഒരു കീഴ്വഴക്കം. അതാണ് ഇത്തവണ മഞ്ഞുമ്മൽ ബോയ്സിന് തിരിച്ചടിയായതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മികച്ച ചിത്രം ഉൾപ്പെടെ 4 വിഭാഗങ്ങളിൽ മഞ്ഞുമ്മൽ ബോയ്സ് അവസാന വട്ടം വരെയും പരിഗണനയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ, കേസ് നിലനിൽക്കുന്നതിനാലാണ് ആ അവാർഡിന്റെ അതായത് അവാർഡ് അവർക്ക് ലഭിക്കാതെ പോയതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ അവാർഡ് ലഭിക്കുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അവസാന കാറ്റഗറിയിൽ, അവസാന വട്ട ഇതിൽ വരെ ആ ചിത്രത്തിന്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. മികച്ച ചിത്രം ഉൾപ്പെടെ, മികച്ച ചിത്രത്തിൽ അവസാന റൗണ്ടിൽ ഉണ്ടായിരുന്നത് ഭ്രമയുഗവും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മഞ്ഞുമ്മൽ ബോയ്സുമായിരുന്നു. കേരളത്തിൽ നിന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന 2 ചലച്ചിത്രങ്ങൾ, അതുപോലെ മറ്റ് ചലച്ചിത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ മഞ്ഞുമ്മൽ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ അവാർഡ് പരിഗണിക്കപ്പെടാതെ പോയത് ഈ കേസ് കാരണമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. മുമ്പ് സമാനമായ തോതിൽ ഒരു അവാർഡ് നൽകിയ വ്യക്തിക്കെതിരെ കേസ് ഉണ്ടായിരുന്നു. അത് പിന്നീട് വലിയ വിവാദമായിരുന്നു. അതൊക്കെ ഈ ജൂറിയുടെ അവസാനവട്ട ചർച്ചകളിൽ സജീവ ചർച്ചാ വിഷയമായി വരികയും ചെയ്തിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, ഈ സാമ്പത്തിക കേസുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സിന് ഈ അവാർഡ് നിഷേധിക്കപ്പെട്ടത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്.